ഹലോ, ഞാൻ റെജിന MC, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഇസ്ലാമിക് മോട്ടിവേറ്റർ. ഇന്നിങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർത്തു, ഇസ്ലാമിൽ ഒരുപാട് കർശനമായ ചിട്ടകളാണ് എന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കാറ്. അപ്പോൾ ഈവൻ നിസ്കാരത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ തന്നെ, നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒഴിവ് കഴിവില്ല. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നിസ്കരിച്ചേക്കണം. നിസ്കാരം ഒറ്റ വക്ത് പോലും ഒഴിവാക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രിക്റ്റ് റൂള് പോലെയാണ് നമ്മളതിനെ മനസ്സിലേക്ക് വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിക്കുക, അതിനെ നമ്മളൊന്ന് അതിൻ്റെ മറുവശം പോലെ ചിന്തിക്കുകയാണെങ്കിൽ, പഠിച്ചാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് നിസ്കരിച്ചോളൂ. ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾ കിടന്നിട്ട് നിസ്കരിക്കുക. കിടന്നിട്ട് നിങ്ങൾക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ണുകൊണ്ട് നിസ്കരിക്കുക. നിങ്ങളൊരു യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് നിസ്കാരത്തിന് ഒഴിവ് കഴിവുണ്ട്. അങ്ങനെ നിസ്കാരവും നോമ്പും ഒക്കെ നമുക്ക് എത്ര ഒഴിവ് കഴിവോട് കൂടിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. എല്ലാ സമയത്തും എന്നെ ഓർക്കണം എന്നും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കണം എന്നുമാണ് പടച്ചവൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒരു ചാണ് എന്നിലേക്ക് അടുത്താൽ ഞാൻ 2 ചാണ് നിങ്ങളേക്ക് അടുക്കും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇതിനെയൊക്കെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഒരു മനസ്സമാധാനത്തോടു കൂടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളെ ഒന്ന് പോസിറ്റീവിലേക്ക് തിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആശ്വാസം എത്രയാണെന്നറിയോ?